എടാ ടിൻഡു, നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയതിൽ പിന്നെ എനിക്ക് നല്ല സുഖ. എന്താ മുതലാളി ഇത്? എന്നെ ഇങ്ങനെ പുകഴ്ത്താതെ. പുകഴ്ത്തുകയല്ല, നിന്റെ മുഖം പിടിച്ച് മണ്ണിൽ പൂഴ്ത്തുകയാ വേണ്ടത്. ഇയാളിത് എന്തൊക്കെയാ പറയണതേ? മുതലാളിയല്ലേ ഇപ്പൊ പറഞ്ഞത് ഞാനിവിടെ വന്നതിൽ പിന്നെ നല്ല സുഖമാണെന്ന്. അതിനാണോ എന്നെ പിടിച്ച് മണ്ണിൽ പൂട്ടുന്നത്? അതേടാ, നീ വന്നത് പിന്നെ എനിക്ക് നല്ല സുഖ. രാവിലെ മുതൽ കട അടയ്ക്കുന്നത് വരെ ഫാനിന്റെ ചോട്ടിൽ അനങ്ങാതെ ഇരുന്നാ മതിയല്ലോ. ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇവിടെ കയറിയിട്ട് ദിവസം 3 കഴിഞ്ഞു. അയ്യേ, അതിനാണോ എന്നോട് ദേഷ്യപ്പെട്ടത്? അതിനൊക്കെ നല്ല വഴിയില്ലേ? ബുദ്ധി പ്രയോഗിക്കണം മുതലാളി, ബുദ്ധി. മനസ്സിലായില്ല? ഏതെങ്കിലും ഒരു പൂച്ച ഇവിടേക്ക് കയറണം, അത്രയല്ലേ ഉള്ളൂ. ഒരു 10-15 മുട്ടൻ എലികളെ പിടിച്ച് കടക്കകത്തിട്ടാ പോരെ? എടാ, നീ എന്നെയോ മുടിപ്പിച്ചു. ഇനി ഈ കട കൂടെ കുളം തോണ്ടാനാണോ പരിപാടി? മിണ്ടാതെ അവിടെ എങ്ങാനും ഇരുന്നോണം. ആള് വരാത്തതിന് എന്നോട് ചൂടായിട്ടെന്താ? ഡിസ്കൗണ്ട് കൊടുക്കണം മുതലാളി, ഡിസ്കൗണ്ട്. നീ വന്നത് പിന്നെ ആരും ഈ വഴി വരാതായത്. 2 ദിവസം കൂടെ ഞാൻ നോക്കും. അത് കഴിഞ്ഞാ ചേട്ടൻ കണ്ണടച്ചിരിക്കോ? ദൈവമേ, പരിചയക്കാരന്റെ മോനായി പോയി. അല്ലായിരുന്നെങ്കി എടാ, കടയിൽ വരുന്നവരോട് മാന്യമായും സത്യസന്ധമായും പെരുമാറണം. അതിന് ഞാൻ മോശമായി ആരോടും പെരുമാറിയില്ലല്ലോ. പിന്നല്ലാതെ ഡബിൾ മുണ്ട് വാങ്ങാൻ വന്ന ഔസേപ്പ ഏട്ടനെ നീ അപമാനിച്ചു വിട്ടില്ലേ? ഞാനൊന്നും ചെയ്തില്ല. അയാൾ ഡബിൾ മുണ്ട് ചോദിച്ചു, ഞാൻ 2 തോർത്തുമുണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഒന്നെടുത്തിട്ട് മറ്റേത് പുതച്ചോ എന്ന്. ഡബിൾ മുണ്ടിനല്ലേടാ ചോദിച്ചത്. ഡബിൾ എന്ന് പറഞ്ഞാ 2 അല്ലേ മണ്ട? അല്ല മുതലാളി. വാവ്, ഈ ചുരിദാർ കൊള്ളാമല്ലോ. വില കൂടുതലാണോ? ഏയ്, പകുതി കാശ് കൊടുത്താ മതി. ഭയങ്കര കളറ്. ഇത്രയും കളർ വേണ്ടായിരുന്നു. എന്റെ ചേച്ചി ധൈര്യമായിട്ട് വാങ്ങിക്കോ. ഒരൊറ്റ അലക്കിന് ഈ കളറെല്ലാം ഒലിച്ചു പോകും.